പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വാനാരോഹണം എന്ന നാമധേയത്തിലുള്ള ഒരു കവിതാ സമാഹാരം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എൻ്റെ സുഹൃത്തും അധികമാരും അറിയപ്പെടാത്ത എഴുത്തുകാരനുമായ കോട്ടയം ജില്ലയിൽ താഴത്തങ്ങാടിയിൽ താമസിക്കുന്ന MA ലത്തീഫ് സാറാണ് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. തികച്ചും ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് രചിച്ചിട്ടുള്ള ഈ പുസ്തകം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം മിസ്ബാഹ് വാട്സപ്പ് കുടുംബ കൂട്ടായ്മയിൽ വെച്ച് ഈ പുസ്തകം എനിക്ക് നൽകുകയും ഞാൻ അതിലെ കുറച്ച് വരികൾ ആലപിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലും ഞാൻ ആ വരികൾ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. ത്വാഹ റസൂലിന്റെ മുന്നിൽ മലക്ക് ജബ്രായിൽ വന്നു, റബ്ബിന്റെ ദൂതുണ്ട് നബിയേ, മിഅ്റാജ് രാത്രിയാണിന്ന്, ബുറാക്കിന്മേലിരുവരും കയറി ബൈത്തുൽ മുഖദ്ദസിലെത്തി, മസ്ജിദുൽ അഖ്സയിൽ തങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചെന്ന്, വാനാരോഹണമായി അവർ മേലോട്ടുയരുകയായി, വിഹായസിൻ വിരിമാറിലാകെ വെള്ളി താരങ്ങൾ വെട്ടി തിളങ്ങി, വാസന്തം വാരി പുണർന്നീ, പാരാകെ പൂക്കൊണ്ട് മൂടി, ഹിമകഞ്ചുകം ചാർത്തി ഭൂമി കുളിർ കോരി നിന്നതായി തോന്നി, വരവേൽക്കുവാനായി പ്രപഞ്ചം അണിയിച്ചൊരുക്കിയ പോലെ, നദസിന്റെ ഓരോരോ തട്ടിൽ നബിമാർ പലരുമായി കണ്ടു, ആദ്യത്തെ വിണ്ണിൽ വെച്ചാദം നബിയെ റസൂലുള്ള കണ്ടു, യഹിയ ഈസ ഇവർ 2 സ്വാഗതം ചെയ്യുവാനുണ്ട്, യൂസുഫ് ഇദ്രീസ് ഹാറൂൻ മൂസ എന്നീ നബിമാരും, തുടർന്നുള്ള 4 ഗഗന തലമതിലുണ്ടായിരുന്നു, ബൈത്തുൽ മഅ്മൂറിനെ ചാരി ഖലീലുള്ള ഇബ്രാഹിം നബിയും, 7 ആകാശത്ത് വെച്ച് നബി മുസ്തഫ തങ്ങൾ കണ്ടു, ത്വാഹ റസൂലിന്റെ മുന്നിൽ മലക്ക് ജബ്രായിൽ വന്നു, റബ്ബിന്റെ ദൂതുണ്ട് നബിയേ, മിഅ്റാജ് രാത്രിയാണിന്ന്. ഞാനിത് മുഴുവനായും പാടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ കൂടുതലായി പുസ്തകം പരിചയപ്പെടുത്താം.